കോപ്പിയാപ്പോയിൽ നിന്ന് 45 കിലോമീറ്റർ വടക്കുള്ള അറ്റക്കാമ മരുഭൂമി. അവിടെയാണ് സാൻ ജോസ് ഖനി സ്ഥിതി ചെയ്യുന്നത്. ഖനിയിൽ പതിവ് പോലെ ജോലിയെടുക്കുകയായിരുന്നു ആ ജോലിക്കാർ. പ്രവേശന കവാടത്തിൽ നിന്ന് 5 കിലോമീറ്റർ അകലെയായി 2300 അടി താഴ്ചയിലായിരുന്നു അവർ ജോലി ചെയ്തുകൊണ്ടിരുന്നത്. അവർ 34 പേരായിരുന്നു ഉണ്ടായിരുന്നത്. 33 ആളുകൾ ചിലിയിൽ നിന്നുള്ളവരും ഒരു ബൊളീവിയക്കാരനുമായിരുന്നു ഉണ്ടായിരുന്നത്. അവർ പിതാക്കന്മാരായിരുന്നു, ഭർത്താക്കന്മാരായിരുന്നു, മക്കളായിരുന്നു, കാമുകന്മാർ ആയിരുന്നു. ജോലി ചെയ്ത് തിരികെ വീട്ടിലെത്തുമ്പോൾ തങ്ങളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ഓർമ്മകൾ ആ ജോലിക്കിടയിലും പലരുടെയും മനസ്സിലേക്ക് തിക്കിത്തിരക്കി വരുന്നുണ്ടായിരുന്നു. അപ്പോഴാണ് എന്തൊക്കെയോ ചില ശബ്ദങ്ങൾ കേട്ടതുപോലെ അവർക്ക് തോന്നിയത്. പതിവില്ലാത്ത ശബ്ദങ്ങളായിരുന്നു. അതുകൊണ്ട് തന്നെ അവരുടെ ജോലി ഒരു നിമിഷത്തേക്ക് നിലച്ചുപോയി. ഖനിയിലെ ജോലി അത്ര എളുപ്പമുള്ളതല്ല. ജീവൻ പണയം വെച്ചുകൊണ്ടുള്ള ജോലിയാണത്. ഖനിയിൽ ഇതിനു മുൻപ് ഉണ്ടായിട്ടുള്ള അപകടങ്ങളെക്കുറിച്ചുള്ള വാർത്തകൾ അവരുടെ മനസ്സിലൂടെ ഞൊടിയിടയിൽ കടന്നുപോയി. എന്നിട്ടും തികച്ചും അശുഭകരമായ അത്തരം ചിന്തകളെ തുടച്ചു നീക്കി അസാധാരണമായി അവിടെ ഒന്നും സംഭവിക്കാൻ പോകുന്നില്ല എന്ന ശുഭപ്രതീക്ഷയോടെ അവർ ജോലി തുടരുകയായിരുന്നു. പെട്ടെന്നാണ് അത് സംഭവിച്ചത്. ഒരു മലയിടിഞ്ഞ് ദേഹത്തേക്ക് വീണതുപോലെ അവരുടെ മീതേക്ക് മണ്ണ് വന്നു വീണു. അവർ മണ്ണിനടിയിലായി. ഞൊടിയുടെ ഖനിയുടെ പ്രവേശന കവാടം മണ്ണും കല്ലും കൊണ്ട് പൂർണ്ണമായും അടഞ്ഞുപോയി. ഖനിക്കുള്ളിൽ പൊടിപടലങ്ങൾ നിറഞ്ഞു. കണ്ണു തുറക്കാൻ പോലും കഴിയാത്ത അവസ്ഥ. ആർക്കും മറ്റൊരാളെ കാണാൻ കഴിയുന്നില്ല. ഖനിക്കുള്ളിൽ നിന്ന് കൂട്ടനിലവിളി ഉയർന്നു. ഭൂമിയിലേക്ക് തിരികെ എത്താനുള്ള എല്ലാ വഴികളും അടഞ്ഞതുപോലെ അവർക്ക് തോന്നി. അത്യന്തം നിസ്സഹായരായി അവർ 34 പേർ അവിടെ നിലകൊണ്ടു. അവരുടെ നിലവിളികളെപ്പോലും ഭൂമിക്കടിയിൽ കുടുങ്ങിക്കിടക്കുന്ന അവസ്ഥയായിരുന്നു. ഇനി അവർക്ക് എന്തു സംഭവിക്കും? അവർ രക്ഷപ്പെടുമോ? എന്താണ് സംഭവിക്കാൻ പോകുന്നത്? ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് ചിലിയിലെ ഒരു ഖനി അപകടത്തെക്കുറിച്ചുള്ള കഥകളാണ്. ദക്ഷിണ അമേരിക്കയുടെ പടിഞ്ഞാറൻ തീരത്തുള്ള ലോകത്തിലെ ഏറ്റവും വ്യത്യസ്തമായ ഭൂമിശാസ്ത്ര സവിശേഷതകളുള്ള ഒരു രാജ്യമാണ് ചിലി. മരുഭൂമിയും പർവ്വതങ്ങളും ഹിമനദികളും ഒരുമിച്ച് നിലനിൽക്കുന്ന അപൂർവ ഭൂമി. ലോകത്തിലെ ഏറ്റവും വരണ്ട ഭൂപ്രദേശങ്ങളിലൊന്നായ അറ്റക്കാമ മരുഭൂമി ചിലിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ചിലിയിലെ കാലാവസ്ഥ അതീവ വൈവിധ്യമുള്ളതാണ്. വടക്കൻ ഭാഗങ്ങളിൽ അതിശക്തമായ ചൂടും മഴയില്ലായ്മയും അനുഭവപ്പെടുമ്പോൾ മധ്യ ചിലിയിൽ മിതമായ മെഡിറ്ററേനിയൻ കാലാവസ്ഥയാണ്. തെക്കൻ ഭാഗങ്ങളിൽ തണുപ്പും കനത്ത മഴയും മഞ്ഞുവീഴ്ചയും സാധാരണമാണ്. ഈ കാലാവസ്ഥാ വൈവിധ്യം കൃഷിക്കും മനുഷ്യവാസത്തിനും വലിയ സ്വാധീനം ചെലുത്തുന്നുണ്ട്. ചിലിയിലെ ജനങ്ങൾ പ്രധാനമായും യൂറോപ്യൻ ആദിവാസി വംശ പരമ്പരകളുടെ സംയോജനങ്ങളാണ്. സ്പാനിഷാണ് ഔദ്യോഗികമായ ഭാഷ. ചിലി ഒരു റിപ്പബ്ലിക് രാജ്യമാണ്. പ്രസിഡന്റാണ് രാഷ്ട്രത്തലവനും സർക്കാരിന്റെ തലവനും. 1973 സൈനിക അട്ടിമറിക്ക് ശേഷം വർഷങ്ങളോളം ചിലി സൈനിക ഭരണത്തിലായിരുന്നു. പിന്നീട് ജനാധിപത്യം പുനഃസ്ഥാപിക്കപ്പെട്ടു. ഇന്ന് ചിലി ദക്ഷിണ അമേരിക്കയിലെ സ്ഥിരതയുള്ള ജനാധിപത്യ രാജ്യങ്ങളിൽ ഒന്നായാണ് അറിയപ്പെടുന്നത്. ഖനനം, പ്രത്യേകിച്ച് ചെമ്പ്, ചിലിയുടെ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ലാണ്. ലോകത്തിലെ ഏറ്റവും വലിയ ചെമ്പ് ഉൽപാദക രാജ്യമാണ് ചിലി. ലോക ചരിത്രത്തിൽ ചിലി അറിയപ്പെടുന്നത് ഒരു തീരദേശ രാജ്യമായിട്ടല്ല, മറിച്ച് ഖനന ഭൂമിയായിട്ടാണ്. നൂറ്റാണ്ടുകളോളം നീണ്ടുനിന്ന ഒരു ഖനന ചരിത്രം ചിലിക്കുണ്ട്. പുരാതന കാലം മുതൽ ചിലിയിൽ ഖനനം നിലനിന്നിരുന്നുവെന്ന് ചരിത്രം പറയുന്നുണ്ട്. ചെമ്പ്, സ്വർണം, വെള്ളി തുടങ്ങിയ ലോഹങ്ങളാണ് ഇവിടെ നിന്ന് ഖനനം ചെയ്ത് എടുക്കുന്നത്. മതപരവും സാമൂഹികവുമായ ആവശ്യങ്ങൾക്കായി ഖനനം നടത്തിയിരുന്ന പതിവ് തെറ്റിയത് 16-ാം നൂറ്റാണ്ടിൽ സ്പെയിൻകാര് ചിലിയിൽ എത്തിയതോടെ ആയിരുന്നു. 19-ാം നൂറ്റാണ്ടിൽ എത്തിയപ്പോഴേക്കും ചിലിയിലെ ഖനന ചരിത്രം മറ്റൊരു വഴിത്തിരിവിൽ എത്തി. അറ്റക്കാമ മരുഭൂമിയിൽ കണ്ടെത്തിയ സോഡിയം നൈട്രേറ്റ് ആയിരുന്നു അതിന് കാരണം. വളനിർമ്മാണത്തിനും സ്ഫോടക വസ്തുക്കൾക്കും സോഡിയം നൈട്രേറ്റ് വൻതോതിൽ ആവശ്യമായി വന്നതോടെ ചിലി ലോകത്തിലെ ഏറ്റവും വലിയ നൈട്രേറ്റ് കയറ്റുമതി രാജ്യമായി മാറുകയായിരുന്നു. 20-ാം നൂറ്റാണ്ടായപ്പോഴേക്കും പുതിയ പുതിയ ഖനികൾ കണ്ടെത്തിയതോടെ ചെമ്പ് ഖനികളിലൂടെ ചിലി ലോക പ്രശസ്തമായി. പ്രസിഡന്റ് സാൽവദോർ അലൻറ്റോയുടെ കാലത്ത് ചെമ്പ് ഖനികൾ ദേശസാൽക്കരിക്കപ്പെടുകയും ലോകത്തിലെ ഏറ്റവും വലിയ ചെമ്പ് ഉൽപാദക രാജ്യമായി ചിലി മാറുകയും ചെയ്തു. ചെമ്പ് ചിലിയുടെ ശമ്പളം എന്ന തരത്തിലുള്ള പ്രയോഗങ്ങളും അക്കാലത്ത് രൂപമെടുത്തു. ലിഥിയം, മൊളീബിയം, സ്വർണം, വെള്ളി തുടങ്ങിയ ഖനി സമ്പത്തുകളുടെ നിക്ഷേപ ഖനിയാണ് ഇന്ന് ചിലി എന്ന് അറിയപ്പെടുന്നത്.
സാമ്രാജ്യങ്ങളുടെ ലാഭമോഹങ്ങളും തൊഴിലാളികളുടെ കണ്ണീരും കിനാവും ചേർന്ന ഒരു ലോകമാണ് ചിലിയിലെ ഖനികൾ. രാജ്യപുരോഗതിയെ തന്നെ മാറ്റിമറിക്കാൻ മാത്രം കരുത്തും ശക്തിയും പ്രകടമാക്കിയവയാണ് ഓരോ ഖനികളും. ഇങ്ങനെയുള്ള ചിലിയിലാണ് ഈ ദുരന്തം നടന്നത്. 2010 ഓഗസ്റ്റ് 5 സമയം 2 മണി. അന്നായിരുന്നു അപകടം സംഭവിച്ചത്. ഭൂമിയുടെ അഗാധതയിൽ ആ 34 പേർ അടയ്ക്കപ്പെട്ട ദിവസം. തങ്ങളുടെ ജീവിതം എന്നേക്കുമായി അവസാനിച്ചിരിക്കുന്നുവെന്ന് അവർ വിധി എഴുതിയ ദിവസം. മണ്ണിടിച്ചിൽ സംഭവിച്ചതിന് 6 മണിക്കൂറുകൾക്ക് ശേഷമാണ് അവർക്ക് കണ്ണു തുറക്കാൻ പോലും സാധിച്ചത്. കാരണം അത്രയും നേരത്തേക്ക് ഖനിയിൽ പൊടിപടലങ്ങൾ നിറഞ്ഞു നിൽക്കുന്നുണ്ടായിരുന്നു. കണ്ണു തുറക്കാൻ സാധിച്ചപ്പോൾ അവർ ആദ്യം ശ്രമിച്ചത് രക്ഷപ്പെടാനുള്ള വഴികൾ കണ്ടുപിടിക്കാനായിരുന്നു. വെന്റിലേഷൻ ഷാഫ്റ്റിലൂടെ രക്ഷപ്പെടാനായിരുന്നു അവരുടെ ആദ്യ ശ്രമം. പക്ഷേ സുരക്ഷാ ഗോവണി അവിടെ കാണാനുണ്ടായിരുന്നില്ല. ഒരു ഹെലിക്കൽ റോഡ് വഴിയായിരുന്നു ജോലിക്കാർ ഖനിയിലേക്ക് പ്രവേശിച്ചിരുന്നത്. പക്ഷേ ഇപ്പോൾ കല്ലും മണ്ണും നിറഞ്ഞു കിടക്കുന്നതിനാൽ വഴി എവിടെയാണ് എന്ന് പോലും നിശ്ചയിക്കാൻ കഴിയുന്നുണ്ടായിരുന്നില്ല. എന്നിട്ടും അത്ഭുതകരമെന്നോ അതിശയകരമെന്നോ പറയട്ടെ, ഒരാൾ എങ്ങനെയോ അവിടെ നിന്ന് രക്ഷപ്പെട്ടു. എന്നാൽ മറ്റു 33 പേർക്ക് അവിടെ നിന്ന് പുറത്തു കടക്കാൻ സാധിച്ചില്ല. രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെട്ട് പുറത്തേക്കുള്ള എല്ലാ വാതിലുകളും കൊട്ടിയടയ്ക്കപ്പെട്ട് നിസ്സഹായരായി നിൽക്കാനേ അവർക്ക് സാധിച്ചുള്ളൂ. തങ്ങളെ കൊണ്ട് ആകുന്നത് പോലെ രക്ഷപ്പെടാനുള്ള എല്ലാ ശ്രമങ്ങളും അവർ നടത്തി. അതെല്ലാം വിഫലമായി മാറുകയായിരുന്നു. ഇനി ഉന്നതങ്ങളിൽ നിന്ന് ഒരു വെളിച്ചം വന്നാൽ മാത്രമേ തങ്ങളുടെ മോചനം സാധ്യമാകൂ എന്ന് അവർക്ക് അറിയാമായിരുന്നു. പക്ഷേ അത് എന്നാണ്, എപ്പോഴാണ്, എങ്ങനെയാണ്? സമയം നിശ്ചലമാകുന്നത് പോലെ അവർക്ക് തോന്നി. ഇത് തങ്ങളുടെ അവസാനമായിരിക്കുമോ? ഇനി എന്ത് സംഭവിക്കും? തങ്ങളുടെ നാളെ എന്താകും? വീട്ടിൽ തങ്ങളെ കാത്തിരിക്കുന്ന പ്രിയപ്പെട്ടവരെ കുറിച്ചുള്ള ഓർമ്മകൾ അവരുടെ കണ്ണുകളെ ഈറനണിയിച്ചു. ഖനികളിൽ തൊഴിലാളികൾ കുടുങ്ങി എന്ന വാർത്ത പുറം ലോകത്തെത്തിയതോടെ രക്ഷാപ്രവർത്തനങ്ങൾ ആരംഭിച്ചു. ഖനിയുടെ പ്രവേശന കവാടത്തിലൂടെ അകത്തേക്ക് കടന്ന് രക്ഷാപ്രവർത്തനം നടത്താനാണ് അവരാദ്യം ശ്രമിച്ചത്. എന്നാൽ അത് അസാധ്യമായിരുന്നു. കാരണം മണ്ണ് വീണ് വഴി അപ്രത്യക്ഷമായിരുന്നു. ഖനിയുടെ ഭിത്തികൾക്ക് ഇളക്കം തട്ടാതെ മണ്ണ് നീക്കി അകത്തേക്ക് കടക്കാനായിരുന്നു അടുത്ത ശ്രമം. അടുത്ത ദിവസങ്ങൾ അതിനുവേണ്ടി അവർ കഠിനാധ്വാനം ചെയ്തു. അങ്ങനെ 7-ാം തീയതി പിറന്നു. പക്ഷേ ആരും വിചാരിക്കാത്തതാണ് സംഭവിച്ചത്. വീണ്ടും ഖനിയിൽ മണ്ണിടിച്ചിൽ സംഭവിച്ചു. 2 ദിവസത്തെ അധ്വാനം മുഴുവൻ വെറുതെയായി. ഈ സമയമത്രയും 33 പേരുടെ പ്രിയപ്പെട്ടവർ രക്ഷാദൗത്യ ഭൂമിയിൽ കണ്ണീരണിഞ്ഞ് നിൽക്കുകയായിരുന്നു. അവരുടെ ഹൃദയങ്ങളിൽ നിന്ന് അവിരാമമായി പ്രാർത്ഥനകൾ ഉയരുന്നുണ്ടായിരുന്നു. ദിവസങ്ങൾ പിന്നെയും മുന്നോട്ട് കടന്നുപോയി. എന്നാൽ രക്ഷാപ്രവർത്തനങ്ങൾ വേണ്ടതുപോലെ പുരോഗമിച്ചില്ല. അതോടെ ഖനിയിൽ അകപ്പെട്ടവരുടെ ബന്ധുക്കൾക്കുള്ള പ്രതീക്ഷകൾ നഷ്ടമായി. ഈ ദിവസങ്ങൾക്കുള്ളിൽ ഖനിയിൽ അകപ്പെട്ടവർ മരിച്ചു കാണുമെന്ന് തന്നെ അവർ കരുതുകയുണ്ടായി. മൃതദേഹമെങ്കിലും പുറത്തെത്തിക്കാൻ സാധിച്ചിരുന്നു എങ്കിൽ എന്നതിലേക്ക് അവരുടെ പ്രാർത്ഥനകളും ആഗ്രഹങ്ങളും വഴിമാറിപ്പോയി. ഖനിയിൽ അകപ്പെട്ടവരെ രക്ഷിക്കാൻ കഴിയാതെ വരുന്നത് സർക്കാരിനോടുള്ള ജനങ്ങളുടെ എതിർപ്പ് രൂക്ഷമാക്കുകയുണ്ടായി. സർക്കാർ വിരുദ്ധ മനോഭാവം പതുക്കെ രൂപമെടുക്കാൻ തുടങ്ങി. കാരണം അതിനു മുൻപ് സംഭവിച്ച ഭൂകമ്പങ്ങളിലും സുനാമിയിലും സർക്കാരിന്റെ ഭാഗത്തു നിന്നുണ്ടായ രക്ഷാപ്രവർത്തനങ്ങൾ വേണ്ടത്ര കാര്യക്ഷമം ആയിരുന്നില്ല എന്നുള്ള പരാതി ഉണ്ടായിരുന്നു. അതിന് പിന്നാലെയാണ് 33 പേരുടെ ജീവനും വെച്ചുകൊണ്ടുള്ള അടുത്ത കളി. ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിലാണ് ജനങ്ങളെ ശാന്തരാക്കാൻ വേണ്ടി ചിലിയുടെ പ്രസിഡന്റ് സെബാസ്റ്റ്യൻ പിനേര ചിലിയിലേക്ക് മടങ്ങിയെത്തിയത്. കൊളംബിയയിലേക്കുള്ള ഔദ്യോഗിക യാത്ര റദ്ദ് ചെയ്തായിരുന്നു അദ്ദേഹം അങ്ങോട്ട് തിരികെ എത്തിയത്. 3 വ്യത്യസ്ത ഡ്രില്ലിംഗ് റിഗ് ടീമുകൾ, മിക്കവാറും എല്ലാം സർക്കാർ സംവിധാനങ്ങൾ, യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ബഹിരാകാശ ഏജൻസി, നിരവധി അന്താരാഷ്ട്ര കോർപ്പറേഷനുകൾ എന്നിവ ഉൾപ്പെട്ട ഒരു വലിയ സംഘത്തിന്റെ നേതൃത്വത്തിലായിരുന്നു രക്ഷാപ്രവർത്തനങ്ങൾ നടന്നിരുന്നത്. പുറത്ത് രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുമ്പോൾ സ്വാഭാവികമായും നമ്മുടെ ഉള്ളിലും ഒരു സംശയമുണ്ടാകും. അകത്ത്, അതായത് ഖനിയിൽ അകപ്പെട്ടു പോയവർക്ക് എന്ത് സംഭവിച്ചു എന്ന്, അവർ ഏതുതരം അനുഭവങ്ങളിലൂടെ ആയിരിക്കും കടന്നു പോകുന്നത് എന്ന്. അതുകൊണ്ട് ഇനി നമുക്ക് ആ ഖനിക്ക് ഉള്ളിലേക്ക് ഒന്ന് പോകാം. തങ്ങൾ അകപ്പെട്ടു പോയ ദുരന്തത്തെ അവർക്കാർക്കും തുടക്കത്തിൽ അംഗീകരിക്കാനോ ഉൾക്കൊള്ളാനോ സാധിച്ചിരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. തങ്ങളുടേതായ വിധത്തിലുള്ള എല്ലാ ശ്രമങ്ങളും പരാജയപ്പെടുകയും മനുഷ്യസാധ്യമായ രീതിയിൽ ഇനി പുറത്തേക്ക് വരാനാവില്ല എന്ന് മനസ്സിലാക്കുകയും ചെയ്തതോടെ ഖനിക്കുള്ളിൽ നിന്നുകൊണ്ട് തന്നെ രക്ഷാപ്രവർത്തനങ്ങൾ പുരോഗമിക്കുന്നത് വരെ അതിജീവിക്കാനുള്ള മാർഗങ്ങൾ അന്വേഷിക്കാമെന്ന് അവർ തീരുമാനിച്ചു. കഴിയുന്നത്ര വിധത്തിൽ ആത്മധൈര്യം നഷ്ടമാകാതെ നോക്കുകയും മനസ്സിനെ നിരാശപ്പെടാൻ അനുവദിക്കാതിരിക്കുകയും വേണം. ആ 33 പേരെയും ധൈര്യപ്പെടുത്തിയത് ഒരാളാണ്, മരിയോ ഗോമസ്.
കൂട്ടത്തിൽ ഏറ്റവും പ്രായമുള്ള ആൾ, അനുഭവ സമ്പന്നൻ. അദ്ദേഹം കൂടെയുണ്ടായിരുന്ന എല്ലാവരെയും ധൈര്യപ്പെടുത്തിക്കൊണ്ട് ചില നിർദ്ദേശങ്ങൾ മുന്നോട്ട് വെച്ചു. നമ്മുടെ എല്ലാം ആയുസ്സിന് എത്രനാൾ ദൈർഘ്യമുണ്ട് എന്ന് നമുക്ക് ആർക്കും അറിയില്ല. എങ്കിലും അവസാനം വരെ നമുക്ക് പിടിച്ചു നിൽക്കാൻ, ഈ ഖനിക്കുള്ളിൽ നിന്ന് സുരക്ഷിതരായി പുറത്തു കടക്കും വരെ ജീവൻ പിടിച്ചു നിർത്താൻ നമുക്ക് പോംവഴികൾ ആവിഷ്കരിച്ച് മതിയാകൂ. അയാൾ പറയുന്നത് മറ്റുള്ളവർ ആകാംക്ഷയോടെ കേട്ടിരുന്നു. എല്ലാവരുടെയും ആഗ്രഹം ഒന്നു മാത്രമായിരുന്നു, ജീവൻ നിലനിർത്തുക. അതിനുവേണ്ടി എന്തിനും അവർ തയ്യാറായിരുന്നു. മരിയോ ഗോമസ് തുടർന്ന് പറഞ്ഞു, ഒരു തുള്ളി വെള്ളത്തിനും ഒരു കഷ്ണം റൊട്ടിക്കും വലിയ വിലയുണ്ട്. ജീവൻ പിടിച്ചു നിർത്താൻ അത് സൂക്ഷിച്ച് ഉപയോഗിക്കണം. അതുകൊണ്ട് ഒരു ബിസ്ക്കറ്റ് പോലും 2 ദിവസത്തേക്ക് കഴിക്കണം. അപകടം നടന്ന ദിവസം കഴിക്കാനായി അവർ കൊണ്ടുവന്നിരുന്ന പരിമിതമായ ഭക്ഷണ വിഭവങ്ങൾ മാത്രമേ അവരുടെ പക്കൽ ഉണ്ടായിരുന്നുള്ളൂ. ആ ഭക്ഷ്യ വിഭവങ്ങൾ കൊണ്ട് അവർ കൃത്യമായ ഒരു മെനു ചാർട്ട് ചെയ്തു. വെള്ളം 1 തുള്ളി വീതം, ഒരു ചെറിയ ബിസ്ക്കറ്റ് 2 ദിവസത്തേക്ക്, ഒരു ടിൻ മീന് 3 ദിവസത്തേക്ക്. വിശപ്പടക്കാൻ വേണ്ടിയായിരുന്നില്ല, ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ടി മാത്രമായിരുന്നു അവരന്ന് ഭക്ഷണം കഴിച്ചിരുന്നത്. അതവർക്ക് മതിയായിരുന്നില്ല. പക്ഷേ ജീവിക്കാൻ വേണ്ടി അവർ ഭക്ഷണ കാര്യത്തിൽ മിതത്വം വരുത്തി. പകലും രാത്രിയും അവർക്ക് ഒരുപോലെയായിരുന്നു. എന്നിട്ടും ഇരുട്ടിനെ പകലാക്കാൻ അവർ ഓരോരുത്തരും ഓരോ കഥകൾ പറഞ്ഞു. ഭാര്യമാരെ കുറിച്ച്, അമ്മമാരെ കുറിച്ച്. ആ കഥകളിൽ അവർ ജീവിക്കുകയായിരുന്നു. ജീവൻ പിടിച്ചു നിർത്താൻ വേണ്ടി ആയിരുന്നു അതെല്ലാം. ചിലർ തങ്ങളുടെ മക്കളുടെ മുഖം ഓർമ്മിച്ച് സങ്കടത്തെ മറികടന്നു. പ്രിയപ്പെട്ടവരുടെ ഓർമ്മകൾ മാത്രം അവർക്ക് ആശ്വാസമേകി. രക്ഷപ്പെടുന്നതിനെ കുറിച്ച് അവർ സ്വപ്നം കണ്ടു. പുറത്തു പോയാൽ ഉടനെ ചെയ്തു തീർക്കേണ്ട കാര്യങ്ങളെക്കുറിച്ച് അവർ പദ്ധതികൾ ആസൂത്രണം ചെയ്തു. എല്ലാത്തിനും ലക്ഷ്യം ഒന്നു മാത്രം, ജീവിക്കണം, ജീവിക്കണം എന്ന് മാത്രം. ലൂയിസ് ഉർസുവ എന്ന ആളുടെ പേരും പ്രത്യേകമായി എടുത്തു പറയേണ്ടതുണ്ട്. ഖനിത്തൊഴിലാളികളുടെ സൂപ്പർവൈസറായിരുന്നു അദ്ദേഹം. അധികാരവും അച്ചടക്കവുമുള്ള ജോലിയാണ് ഖനി സൂപ്പർവൈസറുടേത്. ഖനി തകർന്ന നിമിഷങ്ങൾക്കുള്ളിൽ തന്നെ ലൂയിസ് വെല്ലുവിളികളെ നേരിടാൻ ആരംഭിച്ചു. സഹപ്രവർത്തകർ കുടുങ്ങിക്കിടക്കുകയാണ് എന്ന് അദ്ദേഹത്തിന് മനസ്സിലായി. തുടർന്നുള്ള ദിവസങ്ങളിൽ അവരെ സംരക്ഷിച്ചു നിർത്താനുള്ള മാർഗങ്ങൾ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിലാണ് ക്രമീകരിച്ചത്. അതിനിടയിൽ രക്ഷാപ്രവർത്തനവുമായി ബന്ധപ്പെട്ട് മരുഭൂമിയിൽ ഒരു ക്യാമ്പ് രൂപപ്പെട്ടു കഴിഞ്ഞിരുന്നു. ഖനി ദുരന്തം അറിഞ്ഞ് ഓടിയെത്തിയവർ രക്ഷാപ്രവർത്തനത്തിന്റെ പുരോഗതി മനസ്സിലാക്കാനായി അവിടെ തമ്പടിച്ചു തുടങ്ങി. ദിവസങ്ങൾ ആഴ്ചകളും, ആഴ്ചകൾ മാസങ്ങളുമായി. സാധാരണക്കാരും മാധ്യമ പ്രവർത്തകരും തൊഴിലാളികളുടെ ബന്ധുക്കളും അടങ്ങുന്നതായിരുന്നു ക്യാമ്പ്. അവസാനത്തെ ആളെയും പുറത്തെത്തിക്കുന്നത് വരെ ഞങ്ങൾ ഇവിടെ നിന്ന് മാറുകയില്ല എന്ന് അവർ ദൃഢനിശ്ചയം ചെയ്തിരുന്നു. അവിടെയുള്ളവരെല്ലാം എൻ്റെ സഹോദരീ സഹോദരന്മാരാണ് എന്നായിരുന്നു അവരുടെ പ്രതികരണം. ഈ ക്യാമ്പിലെ അംഗങ്ങളിൽ കൂടുതൽ പേരും കത്തോലിക്ക വിശ്വാസികൾ ആയിരുന്നു. അവർ ക്യാമ്പുകളിൽ എല്ലാ ദിവസവും മെഴുകുതിരികൾ കത്തിച്ചു വെച്ച് പ്രാർത്ഥനകളിൽ ഏർപ്പെട്ടു. കുടുങ്ങിപ്പോയ 33 പേരെ പ്രതിനിധീകരിച്ചുകൊണ്ട് 32 ചിലിയൻ പതാകകളും ഒരു ബൊളീവിയൻ പതാകയും അവിടെ സ്ഥാപിക്കുകയും ചെയ്തു. കൂടാതെ അകപ്പെട്ടു പോയ തൊഴിലാളികളുടെ ചിത്രങ്ങൾ, വിശുദ്ധ കുരിശ്, പരിശുദ്ധ അമ്മയുടെയും വിശുദ്ധരുടെയും രൂപങ്ങൾ എന്നിവയും അവിടെ സ്ഥാപിച്ചിട്ടുണ്ടായിരുന്നു. 33 പേർ ജീവിച്ചിരിക്കുന്നുണ്ടോ അതോ മരിച്ചുപോയോ എന്ന് തീർച്ചയില്ലാതെ അപ്പോൾ രക്ഷാപ്രവർത്തനങ്ങൾ മുന്നേറുകയായിരുന്നു. ആഴവും കട്ടിയുള്ള പാറകളും കാരണം രക്ഷാപ്രവർത്തനങ്ങൾ പലപ്പോഴും ബുദ്ധിമുട്ട് നേരിട്ടു. ഖനിത്തൊഴിലാളികളെ കണ്ടെത്താനുള്ള ഭാഗമായി കുഴൽക്കിണറുകൾ കുഴിച്ചു തുടങ്ങി. തൊഴിലാളികൾ കിടക്കുന്നുണ്ട് എന്ന് കരുതുന്ന സ്ഥലത്തേക്കായിരുന്നു കുഴൽക്കിണർ നിർമ്മാണം നടന്നത്. എങ്കിലും ജീവന്റെ യാതൊരു ലാഞ്ചനയും അവിടെ കണ്ടെത്താൻ കഴിഞ്ഞില്ല. അപ്പോഴേക്കും ഓഗസ്റ്റ് 19 ആയി കഴിഞ്ഞിരുന്നു. ഓഗസ്റ്റ് 22-ാം തീയതി ആയപ്പോഴേക്കും 8ാമത്തെ കുഴൽക്കിണറിന്റെ നിർമ്മാണം പൂർത്തിയായി. ഡ്രില്ലുകൾ വരുന്ന ശബ്ദം ഖനിയിൽ കുടുങ്ങിയ തൊഴിലാളികൾ കേൾക്കുന്നുണ്ടായിരുന്നു. അത് അവരെ സംബന്ധിച്ചിടത്തോളം ശുഭപ്രതീക്ഷയായിരുന്നു. തങ്ങളെ പുറത്തെത്തിക്കാനായി ശ്രമങ്ങൾ നടക്കുന്നുണ്ട് എന്ന് അവർക്ക് മനസ്സിലായി. എന്നാൽ തങ്ങൾ ജീവനോടെ ഉണ്ട് എന്ന് പുറം ലോകത്തെ എങ്ങനെ അറിയിക്കും? അവരതിന് ഒരു പോംവഴി കണ്ടെത്തി. ഒരു കുറിപ്പ് അവർ എഴുതി. ആ കുറിപ്പ് ഡ്രില്ലിന്റെ അഗ്രഭാഗത്ത് ഘടിപ്പിക്കുകയും അത് നഷ്ടമാകാതിരിക്കാൻ ഇൻസുലേഷൻ ടേപ്പ് ഉപയോഗിച്ച് ഒട്ടിക്കുകയും ചെയ്തു. അപ്പോഴേക്കും മുകളിലേക്കും ഡ്രില്ലുകൾ ചലിച്ചുകൊണ്ടിരിക്കുകയായിരുന്ന സുരക്ഷാ പ്രവർത്തകരിൽ ഒരാൾ
വളരെ യാദൃച്ഛികമായിട്ടാണ് ഡ്രില്ലിന്റെ ചുവടെയായി ആ പേപ്പർ കണ്ടത്. അതിലെന്തോ അസ്വാഭാവികതയുണ്ടെന്ന് അവർക്ക് തോന്നി. അവർ ആ പേപ്പർ എടുത്തു നോക്കി. അതിൽ എഴുതിയിരിക്കുന്നത് വായിച്ചപ്പോൾ അവർക്ക് വിശ്വസിക്കാൻ ആയില്ല. എസ്റ്റാമോസ് ബിയൻ NL റെഫ്യൂജിയോ ലോസ് 33 എന്നായിരുന്നു അതിൽ എഴുതിയിരുന്നത്. അതായത് ഞങ്ങൾ 33 പേരും സുരക്ഷിതരായി ഇരിക്കുന്നുവെന്ന്. ഭൂമിക്കടിയിൽ ജീവന്റെ തുടിപ്പ് കണ്ടെത്തിയ സന്തോഷം രക്ഷാപ്രവർത്തകർ പരസ്പരം കെട്ടിപ്പിടിച്ച് പങ്കുവച്ചു. രക്ഷാപ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം അത് ആഹ്ലാദത്തിന്റെ നിമിഷങ്ങളായിരുന്നുവെങ്കിലും അതോടൊപ്പം അവിശ്വസനീയതയും കലർന്നിരുന്നു. ഇത്രയും ദിവസങ്ങൾക്കുള്ളിൽ ആ 33 പേരും മണ്ണിനടിയിൽ മറഞ്ഞിട്ടുണ്ടാകുമെന്നായിരുന്നു അവർ കരുതിയിരുന്നത്. കരുതിയതുപോലെ സംഭവിച്ചില്ല എന്നത് രക്ഷാപ്രവർത്തകരെ കൂടുതൽ ആവേശഭരിതരാക്കി മാറ്റി. തൊഴിലാളികളുടെ പ്രിയപ്പെട്ടവർ ഈ വിവരമറിഞ്ഞപ്പോൾ സന്തോഷം കൊണ്ട് കരഞ്ഞു. മൃതദേഹമായിരിക്കും കണ്ടുകിട്ടുക എന്ന് കരുതിയിരിക്കുമ്പോൾ ഇതാ 33 പേരും സുരക്ഷിതരായി ഇരിക്കുന്നുവെന്ന വാർത്ത ലഭിച്ചിരിക്കുന്നു. പ്രാർത്ഥനകൾക്കൊക്കെ ശക്തിയുണ്ട് എന്ന് ബന്ധുക്കൾ ഒരിക്കൽ കൂടി തിരിച്ചറിഞ്ഞു. മണ്ണു തുരന്ന ഭാഗത്തു കൂടി ക്യാമറ ഇറക്കി തൊഴിലാളികൾ സുരക്ഷിതരാണ് എന്ന് ഉറപ്പുവരുത്തുകയാണ് അടുത്ത പടിയായി ചെയ്തത്. മിനി ക്യാമറ ഉപയോഗിച്ച് അവരുടെ വിശേഷങ്ങൾ റെക്കോർഡ് ചെയ്തു. ഏകദേശം 40 മിനിറ്റ് നേരം ദൈർഘ്യമുള്ളതായിരുന്നു വീഡിയോ. ആ വീഡിയോ പുറത്തു വന്നതോടെ പുറം ലോകത്തിന് കൂടുതൽ ആശ്വാസമായി. തൊഴിലാളികൾ എല്ലാവരും ആരോഗ്യവാന്മാരും ഉന്മേഷവാന്മാരും ആയിരുന്നു. ഇനിയാണ് അടുത്ത കടമ്പ. ഇത്രയും ദിവസം ഖനിയിൽ കുടുങ്ങിപ്പോയവരെ എങ്ങനെ ജീവനോടെ പുറത്തെത്തിക്കാൻ കഴിയും? ചെറിയൊരു തുരങ്കമുണ്ടാക്കുകയായിരുന്നു രക്ഷാപ്രവർത്തകർ ആദ്യം ചെയ്തത്. ആ തുരങ്കത്തിലൂടെ ഭക്ഷണ പദാർത്ഥങ്ങളും പുറം ലോകവുമായി ബന്ധപ്പെടാനുള്ള സംവിധാനങ്ങളും ഒരുക്കുകയുണ്ടായി. തൊഴിലാളികളുടെ മാനസികാരോഗ്യം ഉറപ്പുവരുത്താൻ വിദഗ്ധരുടെ സഹായവും തേടി. 5% ഗ്ലൂക്കോസ് ലായനിയും ഭക്ഷണക്കുറവ് മൂലമുണ്ടാകുന്ന വയറ്റിലെ അൾസർ തടയുന്നതിനുള്ള മരുന്ന് നൽകി. ഖനിയിലേക്ക് തൊഴിലാളികൾക്ക് ആവശ്യമായ മറ്റ് സാധനങ്ങളും എത്തിച്ചു. 1 മണിക്കൂർ സമയമെടുത്താണ് ഇവ അവരുടെ പക്കൽ എത്തിച്ചത്. ഏതാനും ദിവസങ്ങൾക്ക് ശേഷം ഭക്ഷണ പദാർത്ഥങ്ങൾ വിതരണം ചെയ്യാൻ ആരംഭിച്ചു. ബന്ധുക്കൾക്ക് കത്തെഴുതണമെന്ന് തൊഴിലാളികൾക്ക് ആഗ്രഹമുണ്ടായിരുന്നു. അവരുടെ ആ ആഗ്രഹവും അധികാരികൾ സമ്മതിച്ചു കൊടുത്തു. 2 കൂട്ടരെ സംബന്ധിച്ചിടത്തോളവും അത് ഏറെ ആശ്വാസകരമായിരുന്നു. തൊഴിലാളികളുടെ മാനസികാരോഗ്യത്തിന്റെ കാര്യത്തിൽ ഇത് ഏറെ വ്യക്തത നൽകി. എങ്കിലും എത്ര ദിവസം എടുത്താലാണ് ഇവരെയെല്ലാം പുറത്തു കൊണ്ടുവരിക എന്ന കാര്യത്തിൽ അപ്പോഴും നിശ്ചയമുണ്ടായിരുന്നില്ല. അതുകൊണ്ട് തന്നെ തൊഴിലാളികളുടെ ശുഭാപ്തി വിശ്വാസം കെടുത്താതെ സൂക്ഷിക്കേണ്ടത് വലിയൊരു വെല്ലുവിളിയുമായിരുന്നു. ജീവനോടെ ഇരിക്കുന്നുവെന്ന് സൂചന ലഭിച്ചു കഴിയുമ്പോൾ സ്വാഭാവികമായും എത്രയും പെട്ടെന്ന് പുറത്തു വരാനാണല്ലോ അവർ ആഗ്രഹിക്കുന്നത്. എന്നാൽ അത് സാധിക്കുന്നില്ലെന്ന് വരുമ്പോൾ തൊഴിലാളികൾ നിരാശയ്ക്കും വിഷാദത്തിനും അടിപ്പെട്ടു പോകുമോ എന്നായിരുന്നു രക്ഷാപ്രവർത്തകരുടെ ആശങ്ക. തൊഴിലാളികൾ ജീവനോടെ ഉണ്ട് എന്ന് വ്യക്തമായിരിക്കുകയും എന്നാൽ അവരെ പുറത്തെത്തിക്കാൻ വൈകുകയും ചെയ്ത അവസരത്തിലും അവരുടെ സുരക്ഷിതത്വത്തിനു വേണ്ടി ഒരുക്കിയ ക്രമീകരണങ്ങളെക്കുറിച്ച് അന്നത്തെ ചിരിയൻ ആരോഗ്യമന്ത്രി അഭിപ്രായപ്പെട്ടത് ഇപ്രകാരമായിരുന്നു. അന്താരാഷ്ട്ര ബഹിരാകാശ നിലയത്തിൽ മാസങ്ങളോളം ചിലവഴിക്കാൻ നിയുക്തരായ ബഹിരാകാശ യാത്രികൾ അനുഭവിക്കുന്ന സാഹചര്യത്തിന് സമാനമായിരുന്നു അത്. ഓഗസ്റ്റ് 31 നാസയിൽ നിന്നുള്ള ചില വിദഗ്ധർ കൂടുതലായി അവിടെ എത്തിച്ചേർന്നു. 2002 വിജയം കണ്ട US ക്യൂക്രിക്ക് മൈൻ രക്ഷാപ്രവർത്തനത്തെ അടിസ്ഥാനമാക്കിയുള്ള സമഗ്ര രക്ഷാ പദ്ധതിയാണ് ചിലിയൻ സർക്കാർ നടപ്പിലാക്കാൻ ഉദ്ദേശിച്ചത്. ഖനി തൊഴിലാളികളെ ഓരോരുത്തരെയായി ഉപരിതലത്തിൽ എത്തിക്കാൻ ഇഷ്ടാനുസൃതമായി രൂപകൽപ്പന ചെയ്ത ക്യാപ്സ്യൂൾ സഹായകമാകും എന്ന് അവർ കണക്കുകൂട്ടി. ആവശ്യമായ വീതിയിലുള്ള ബോർഹോളുകളും 3 ഡ്രില്ലിംഗ് സാങ്കേതിക വിദ്യകളും ഉപയോഗിക്കാൻ അവർ തീരുമാനിച്ചു. ഖനി പഴയതായതും അതുകൊണ്ട് തന്നെ കൂടുതൽ മണ്ണിടിച്ചിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നതും അപ്പോഴും വെല്ലുവിളിയായി അവശേഷിക്കുന്നുണ്ടായിരുന്നു. 3 വ്യത്യസ്ത ആക്സസ് യന്ത്രങ്ങളെ അടിസ്ഥാനമാക്കി പ്ലാൻ എ, പ്ലാൻ ബി, പ്ലാൻ സി എന്നിങ്ങനെയാണ് അവർ രക്ഷാപ്രവർത്തനങ്ങൾ ആസൂത്രണം ചെയ്തത്. 33 പേരെ രക്ഷപ്പെടുത്താൻ ഉപയോഗിച്ച ക്യാപ്സ്യൂൾ ഫെനിക്സ് 2 ആയിരുന്നു അത്. 54 സെന്റിമീറ്റർ വ്യാസമുള്ളതും തുരങ്കത്തിന്റെ വശങ്ങളിൽ ഇടിക്കുന്നത് ഒഴിവാക്കാൻ ഇടുങ്ങിയതുമായ ഒരു ഉപകരണമായിരുന്നു ഇത്. ഉപരിതലത്തിലേക്കുള്ള യാത്ര എളുപ്പമാക്കുന്നതിന് പിൻവലിക്കാവുന്ന ചക്രങ്ങൾ, ഓക്സിജൻ, ലൈറ്റിംഗ്, വീഡിയോ, ശബ്ദ ആശയവിനിമയങ്ങൾ, പാറ വീഴുന്നതിൽ നിന്ന് സംരക്ഷിക്കുന്നതിനായി ഉറപ്പിക്കുന്ന മേൽക്കൂര, യാത്രക്കിടയിൽ എന്തെങ്കിലും അസൗകര്യമുണ്ടായാൽ യാത്രക്കാരന് സ്വയം താഴേക്ക് താഴ്ത്താൻ കഴിയുന്ന വിധത്തിലുള്ള സുരക്ഷാ ഉപകരണങ്ങളോടുകൂടിയ ഹാച്ച് എന്നിവയെല്ലാം അടങ്ങിയതായിരുന്നു ഇത്. ഓരോ തൊഴിലാളിയെയും പുറത്തെത്തിക്കാൻ ഏകദേശം 1 മണിക്കൂർ സമയമാണ് കണക്ക് കൂട്ടിയിരുന്നത്. ഇത് ചിലപ്പോൾ 48 മണിക്കൂർ വരെ നീളാനും സാധ്യതയുണ്ടായിരുന്നു. രക്ഷാപ്രവർത്തനം ആരംഭിക്കുന്നതിന് മുൻപ് തൊഴിലാളികൾക്ക് പഞ്ചസാരയും ധാതുക്കളും പൊട്ടാസ്യവും അടങ്ങിയ ദ്രാവക ഭക്ഷണവും രക്തം കട്ടപിടിക്കുന്നത് ഒഴിവാക്കാൻ ആസ്പിരിൻ ഗുളികകളും നൽകിയിരുന്നു. രക്തസമ്മർദ്ദം സ്ഥിരപ്പെടുത്താനുള്ള ഉപകരണങ്ങളും നൽകി. ഒടുവിൽ 69-ാം ദിവസം അത് സംഭവിച്ചു. രക്ഷാപ്രവർത്തനങ്ങൾ വിജയത്തിൽ എത്തി. ഓരോരുത്തരായി ഖനിയിൽ നിന്ന് പുറത്തേക്ക് വന്നു. അവരെ സംബന്ധിച്ചിടത്തോളം അതൊരു 2ാം ജന്മമായിരുന്നു.
ജീവിതത്തിന്റെ അർത്ഥം അവർക്ക് മറ്റാരേക്കാളും അപ്പോൾ വളരെ നന്നായി അറിയാമായിരുന്നു. ജീവിതത്തിന്റെ സന്തോഷങ്ങളും മരണത്തിന്റെ സാമീപ്യവും മറ്റാരേക്കാളും അനുഭവിച്ചവരായിരുന്നുവല്ലോ അവർ. അവരെ പ്രിയപ്പെട്ടവർ കാത്ത് നിൽക്കുന്നുണ്ടായിരുന്നു. ചിലർ മാതാപിതാക്കന്മാരെ കെട്ടിപ്പുണർന്നു, വേറെ ചിലർ ഭാര്യമാരെ, മറ്റു ചിലർ മക്കളെ. വല്ലാത്തൊരു നിമിഷമായിരുന്നു അത്. ഖനി തൊഴിലാളികളെ 3 വിഭാഗങ്ങളായി തിരിച്ചാണ് രക്ഷാപ്രവർത്തനം നടത്തിയിരുന്നത്. ഹാബിൾസ്, ഡെബിൾസ്, ഫ്യൂട്ടസ് എന്നിങ്ങനെയായിരുന്നു വർഗീകരണം. അതായത് ഏറ്റവും മിടുക്കരായവർ, ദുർബലരായവർ, മിടുക്കർ എന്നിങ്ങനെയായിരുന്നു അവ. ക്യാപ്സ്യൂളിന് എന്തെങ്കിലും തകരാർ സംഭവിച്ചാൽ അതിനെ മാനസികമായി നേരിടാൻ കഴിവുള്ള ഏറ്റവും മിടുക്കന്മാരെയാണ് ആദ്യം രക്ഷപ്പെടുത്തിയത്. അവസാനമായി ഖനിയിൽ നിന്ന് പുറത്തു വന്നത് ലൂയിസ് ഉർസുവ എന്ന വ്യക്തിയായിരുന്നു. എല്ലാവരും രക്ഷപ്പെട്ടുവെന്ന് ഉറപ്പുവരുത്തിയിട്ട് മാത്രം സ്വന്തം രക്ഷ നോക്കിയ മനുഷ്യസ്നേഹി. വിയർത്തൊലിച്ചാണ് എല്ലാവരും പുറത്തേക്ക് വന്നത്. ഖനിയിലെ ഉയർന്ന ചൂടും ഈർപ്പവുമായിരുന്നു അതിന് കാരണം. ആരോഗ്യവാന്മാരായിരുന്നുവെങ്കിലും എല്ലാവരും 8 കിലോയോളം ഭാരം കുറഞ്ഞിട്ടുണ്ടായിരുന്നു. ഖനിയിൽ നിന്ന് ആളുകളെ പുറത്തു കൊണ്ടുവരുന്ന രംഗങ്ങൾ വീഡിയോയിൽ ചിത്രീകരിക്കുന്നുണ്ടായിരുന്നു. തത്സമയ വീഡിയോ സ്ട്രീമിങ്ങിലൂടെ ആ ദൃശ്യങ്ങൾ കണ്ടത് 5.3 ദശലക്ഷം ആളുകളായിരുന്നു. $20 മില്യൺ ആയിരുന്നു രക്ഷാപ്രവർത്തനത്തിനായി വേണ്ടി വന്നത്. അതിൽ 1/3 പലരിൽ നിന്നുള്ള സംഭാവനയായിരുന്നു. ബാക്കിയുള്ളത് ഖനി ഉടമകളും സർക്കാരും നൽകി. ഖനിയിൽ നിന്ന് പുറത്തെത്തിച്ച ഉടനെ ആർക്കും ചികിത്സ നൽകത്തക്ക വിധത്തിലുള്ള അടിയന്തര സാഹചര്യങ്ങൾ ഉണ്ടായിരുന്നില്ല. എങ്കിലും പിന്നീട് അവരെ 60 കിലോമീറ്റർ അകലെയുള്ള കോപ്പിയാപ്പോ ആശുപത്രിയിലേക്ക് ഹെലികോപ്റ്ററിൽ കൊണ്ടുപോവുകയുണ്ടായി. 48 മണിക്കൂറിനുള്ളിൽ 2 പേരൊഴികെ എല്ലാവരും വീടുകളിലേക്ക് മടങ്ങി. ഒക്ടോബർ 19 ആയപ്പോഴേക്കും എല്ലാവരും ആശുപത്രിയിൽ വിട്ടു. ചിലിയിലെ ഈ ഖനി ദുരന്തം പെട്ടെന്ന് സംഭവിച്ച ഒന്നായിരുന്നില്ല. വർഷങ്ങളായി തുടർന്നു പോന്ന അവഗണനയുടെ ഫലമായിരുന്നു അത്. കാരണം പതിറ്റാണ്ടുകളായി പ്രവർത്തിച്ചു വന്നതായിരുന്നു ഈ ഖനി. ഇവയുടെ ഭൂഗർഭഘടന തീരെ ശക്തം അല്ലായിരുന്നു. മേൽക്കൂരയും ചുവരുകളും താങ്ങി നിർത്താൻ ആവശ്യമായ ശാസ്ത്രീയമായ ബലപ്പെടുത്തലുകൾ നടത്തിയിട്ടുണ്ടായിരുന്നില്ല. അപകടത്തിന് മുൻപ് തന്നെ നിരവധി മുന്നറിയിപ്പുകൾ ലഭിക്കുകയും അതേ തുടർന്ന് ഖനി താൽക്കാലികമായി അടച്ചിടുകയും ചെയ്തിരുന്നു. എങ്കിലും നിശ്ചിത സമയം കഴിഞ്ഞ് വീണ്ടും അവ തുറന്ന് പ്രവർത്തിക്കുകയായിരുന്നു. ലാഭക്കൊതിയന്മാരാണ് ഇത്തരമൊരു അപകടത്തിന് വഴിവെച്ചത് എന്ന് ചുരുക്കം. സുരക്ഷാ സംവിധാനങ്ങളുടെ അഭാവമാണ് അപകടത്തിന് വഴിവെച്ചത്. പലപ്പോഴും തൊഴിലാളികൾ സുരക്ഷാ ആശങ്കകൾ പങ്കുവച്ചിരുന്നു. എന്നാൽ അവയുടെ പേരിൽ ഉൽപാദനം നിർത്തിവെക്കാൻ ഉടമകൾ തയ്യാറായിരുന്നില്ല. അപകടഘട്ടങ്ങളിൽ രക്ഷപ്പെടാൻ ആവശ്യമായ എസ്കേപ്പ് റൂട്ടുകളോ വെന്റിലേഷൻ സംവിധാനങ്ങളോ ഉണ്ടായിരുന്നില്ല. അന്ന് പാറശേഖരം പെട്ടെന്ന് ഇടിഞ്ഞു വീഴുകയും ടണൽ പൂർണ്ണമായും അടച്ചുപൂട്ടപ്പെടുകയും ചെയ്തപ്പോൾ അപകടത്തിന്റെ രൂക്ഷത വർദ്ധിക്കാൻ ഇത് കാരണമാവുകയുണ്ടായി. ചുരുക്കത്തിൽ അമിതമായ ലാഭേച്ഛയും മനുഷ്യരുടെ അവഗണനയും ദീർഘകാല സുരക്ഷാ വീഴ്ചകളും ചേർന്നാണ് ഈ അപകടം സൃഷ്ടിച്ചത്. സാൻജോസ് ഖനിയുടെ ഉടമയായ സാൻ എസ്റ്റബാൻ മൈനിങ് കമ്പനിക്ക് സുരക്ഷാ ലംഘനങ്ങളുടെ നീണ്ട ചരിത്രം ഉണ്ടായിരുന്നു. കഴിഞ്ഞ 12 വർഷമായി കമ്പനിക്ക് പലതവണ സുരക്ഷാ ലംഘനത്തിന്റെ പേരിൽ പിഴ ചുമത്തപ്പെട്ടിരുന്നു. 8 പേരുടെ മരണത്തിനിടയാക്കിയ സംഭവങ്ങളുടെ പേരിലും അവർ പ്രതിസ്ഥാനത്ത് ചേർക്കപ്പെട്ടിരുന്നു. ഈ ഖനി ദുരന്തം പിൽക്കാലത്ത് പല അനന്തരഫലങ്ങളും സൃഷ്ടിക്കുന്നതിന് കാരണമായി. ഖനി സുരക്ഷയ്ക്കായി അന്താരാഷ്ട്ര മാനദണ്ഡങ്ങൾ സ്വീകരിക്കാനും ഏജൻസികൾ അവ ശക്തിയായി നടപ്പിലാക്കാനും അന്താരാഷ്ട്ര തൊഴിൽ സുരക്ഷാ ഗ്രൂപ്പുകൾ ചിലിയെ പ്രേരിപ്പിച്ചു. വെന്റിലേഷൻ സംവിധാനം, അഗ്നിരക്ഷാ സംരക്ഷണം തുടങ്ങിയവയും നടപ്പിലാക്കപ്പെട്ടു. ചിലിയിലെ ഖനിയിൽ നിന്നുള്ള 33 പേരുടെ രക്ഷപ്പെടൽ ലോകത്തിനു മുൻപിൽ വലിയൊരു അത്ഭുതവും വിസ്മയവുമാണ് സൃഷ്ടിച്ചു വെച്ചത്. രക്ഷാപ്രവർത്തനങ്ങളെ നിസ്സാരമായി കാണുന്നില്ല എങ്കിലും ഖനിക്കുള്ളിൽ കുടുങ്ങിയവരുടെ ആത്മധൈര്യവും അതിജീവനത്തിനുള്ള ത്രാണിയുമാണ് അതിലേറെ അത്ഭുതം. ഇരുട്ട് എത്ര കനത്തതാണ് എങ്കിലും, വിശപ്പ് എത്ര അസഹനീയമാണ് എങ്കിലും, സാധ്യതകളിൽ നിന്ന് മാനുഷികമായി വിധിയെഴുതിയാലും പ്രതീക്ഷയും സ്വപ്നങ്ങളുമുള്ള മനുഷ്യന് ഏതൊരു ദുരന്തത്തെയും തോൽപ്പിക്കാൻ കഴിയുമെന്ന് ലോകത്തിന് പറഞ്ഞുകൊടുത്ത സംഭവമാണ് ഇത്. മനുഷ്യ മനസ്സിന്റെ ശക്തിയുടെ കഥയാണിത്. ഒരുമിച്ച് നിന്നാൽ ഏത് പ്രതിസന്ധിയെയും മറികടക്കാൻ കഴിയുമെന്ന് ലോകത്തെ പഠിപ്പിച്ച കഥ. അതോടൊപ്പം സുസംഘടിതമായ ആസൂത്രണത്തിലൂടെ രക്ഷാപ്രവർത്തനം സുഗമവും സാധ്യവുമാക്കിയ മനുഷ്യസ്നേഹത്തിന്റെയും സാഹോദര്യത്തിന്റെയും കൂടി വിവരണമാണ് ഇത്. മണ്ണിനടിയിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ വന്നവരുടെ ജീവിതം കൊണ്ട് കോറിയിട്ട അനുഭവ കഥനമാണ് ഇത്.